അടുത്തതായി മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ എം ആർ തമ്പാൻ സതീഷ് എന്ന കൃതിയുടെ മഹാമുനിമാര് നമ്മുടെ വേദോപനിഷത്തിൻ്റെ സാരാംശം ഒറ്റ വാക്യത്തിൽ ഒതുക്കി. പ്രജ്ഞാനം ബ്രഹ്മ, അറിവാണ് ദൈവം. അറിവിനെ ഉദ്ഘോഷിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുവും കവിത എഴുതി. അറിവുള്ളവനാണ് എന്നും സമൂഹത്തിൽ പ്രമാണം. നമ്മൾ അറിവിന് വേണ്ടി, വായനയ്ക്ക് വേണ്ടി ഒരു മാസം ഒഴിഞ്ഞ് വെച്ചിരിക്കണം. കാണാപ്പുരൾ അതും നമുക്കറിയാം, പ്രപഞ്ചത്തിന് നിദാനമായ ശക്തിയെക്കുറിച്ചുള്ളതാണ്. ഇവിടെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വൈജ്ഞാനിക സാഹിത്യത്തെക്കുറിച്ചുമൊക്കെ എനിക്ക് മുമ്പ് സംസാരിച്ച ബാലേന്ദ്രനും ശശി ഭൂഷണും ശിവകുമാറും ഒക്കെ സംസാരിച്ചു. അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ നേരെ ആമുഖമൊന്നുമില്ലാതെ പുസ്തകത്തിലേക്ക് തന്നെ കടക്കുകയാണ്. ലേഖന സമാഹാരമാണ് ഈ കൃതി. പക്ഷേ ലേഖന സമാഹാരത്തിന് വായനക്കാരില്ല, വായനക്കാർക്കത് ഇഷ്ടപ്പെടില്ല. കാരണം പല കാലങ്ങളിൽ അതാത് സന്ദർഭത്തിനനുസരിച്ചുള്ള ലേഖനങ്ങൾ. പക്ഷേ ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കി ലേഖനങ്ങളുടെ സമാഹാരം ഇറങ്ങിയാൽ അത് വായനക്കാർ സ്വീകരിക്കും, അതിന് വിൽപ്പനയുണ്ട്. ഇത് രണ്ട് വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ലേഖന സമാഹാരമാണ്. ഒന്ന് ആത്മീയതയെക്കുറിച്ചാണ്, രണ്ട് ഗണിതത്തെക്കുറിച്ചുള്ള. പക്ഷെ അതിൽ ഒരു ലേഖനം മാത്രം ഇതിലെന്തോ ചേരുന്നില്ല, ഒരു പൊരുത്തക്കേട് പോലെ എനിക്ക് തോന്നി. ഭാസ്കര മാഷയെക്കുറിച്ചുള്ളതാണ്. ആത്മീയ ലേഖനങ്ങളുടെ കൂട്ടത്തിൽ ഭാസ്കര മാഷിൻ്റെ ഇതെന്തോ ഒരു പൊരുത്തക്കേട് എനിക്ക് തോന്നി. എനിക്ക് ഭാസ്കര മാഷിനോട് ഒരു വിരോധമില്ല. ഭാസ്കര മാഷിൻ്റെ സമ്പൂർണ്ണ സംഭാവനകളെക്കുറിച്ച് ഈയിടെ ഒരു പുസ്തകം ഇറങ്ങി, കവടിയാർ എഡിറ്റ് ചെയ്ത്. ആ പുസ്തകത്തിൽ ഭാസ്കരൻ മാഷും ഭാസ്കര മാഷും രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ ലേഖനം എഴുതിയത് ഞാനാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇത്രയും കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള ഒരു സാഹിത്യകാരൻ. ONV സാറൊന്നും ഭാസ്കര മാഷ അനുഭവിച്ചതിൻ്റെ ഒരു 100-1 യാതനകളും ത്യാഗങ്ങളും ഒന്നും അനുഭവിച്ചിട്ടില്ല. ഭാസ്കര മാഷ ആദ്യം കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തെ എൻ്റെ അച്ഛൻ നാട്ടുപ്രമാണിയും കോൺഗ്രസ് നേതാവുമായിരുന്നു. അങ്ങനെ വിദ്യാർത്ഥി കോൺഗ്രസ്സിൽ തുടങ്ങി SF ആയി, കമ്മ്യൂണിസ്റ്റായി. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പോയതിനു ശേഷം ജയിലിൽ കിടന്നും വിദ്യാഭ്യാസം നിർത്തലാക്കിയൊക്കെ ഏറെ ത്യാഗങ്ങൾ അദ്ദേഹം സഹിച്ചു. പക്ഷേ ആ ത്യാഗങ്ങൾക്ക് വേണ്ടി, നേട്ടത്തിന് വേണ്ടി കൈനീട്ടി അദ്ദേഹം എങ്ങും പോയില്ല. കൽക്കത്ത തീസിസിൽ അതിനോട് യോജിപ്പില്ലാതെ വന്ന് അദ്ദേഹം കമ്മ്യൂണിസത്തോട് വിട പറഞ്ഞു. മറിച്ച് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പോവുകയോ സ്വന്തം പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ അദ്ദേഹം ശിഷ്ടകാലം ജീവിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഇന്നിപ്പം നമ്മളോടൊപ്പമില്ല. ലേഖനം വായിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരു പൊരുത്തക്കേട് ഒന്ന് ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. ഞാനിതിൽ എല്ലാ ലേഖനങ്ങളിലേക്കും കടക്കുന്നില്ല. ഒരു 2 അല്ലെങ്കിൽ 3 ലേഖനത്തെക്കുറിച്ച് മാത്രമേ ഇവിടെ പരാമർശിക്കൂ. ആദ്യത്തെ ലേഖനം ഗണപതിയെക്കുറിച്ചുള്ളതാണ്. ഗണപതിയെക്കുറിച്ചുള്ള ആ ലേഖനം എനിക്ക് വളരെ വിജ്ഞാനപ്രദമായി. കാരണം ഞാൻ വായിച്ചിട്ടില്ലാത്ത, അതായത് വേദങ്ങളുടെ ഉപനിഷത്തുകളുടെയൊക്കെ പ്രസക്തമായ ഉദ്ധരണികൾ ഗവേഷണം ചെയ്ത് കണ്ടെത്തി അത് മലയാളത്തിലാക്കി തന്നു എന്നൊരു നേട്ടം ആ കൃതിക്കുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഉദ്ധരണികളുടെ ഒരു പ്രവാഹമാണില്ല. ആ ഉദ്ധരണികൾ കളക്ട് ചെയ്യുകയാണ്. ആ ഉദ്ധരണികൾ ശകലം കുറച്ചിട്ട്, ഒരു 1/3 ഉദ്ധരണികൾ കുറച്ചിട്ട്, ഈ ഗണപതിയെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. ദേവന്മാരുടെ കൂട്ടത്തിൽ ഒത്തിരി കഥകൾ വന്നിട്ടുള്ളത് ഗണപതിയെക്കുറിച്ച്. ഗണപതി മഹാത്മ്യത്തിന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചതാണ്. പക്ഷേ ഇന്നും മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന കഥകളുണ്ട്. അതിൽ 1-2 കഥകൾ ചേർക്കുന്ന കുറച്ച് പാരായണക്ഷമതയ്ക്ക് ഈ കൃതിക്ക് ഉണ്ടാകാൻ സാധിക്കും. അപ്പം ശിവനും പാർവതിയും കാട്ടിൽ അലിഞ്ഞ് നടക്കുമ്പോൾ, ലസിച്ച് നടക്കുന്ന അവസരത്തിൽ ആനകൾ രതിക്രീഡയിൽ കഴിയുന്നത് കണ്ടു. അപ്പോഴവർക്കും അതേ കണക്ക് കഴിയാൻ പറ്റുന്നു. അങ്ങനെ കഴിഞ്ഞതിൻ്റെ ഫലമാണ് ഗണപതി എന്ന ഒരു കഥ ഇതിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ വളരെ അപൂർവമായി ഒട്ടും പ്രചാരം കിട്ടാത്ത ഒരു കഥയുണ്ട്. സിന്ധു എന്ന ഒരു രാക്ഷസൻ്റെ കഥ. സിന്ധു ഇപ്പോഴും സ്ത്രീയാണ്, പക്ഷേ പുരാണത്തിലെ ഈ സിന്ധു പുരുഷനാണ്. പുരുഷനെന്ന് മാത്രമല്ല രാക്ഷസനുമാണ്. ഈ രാക്ഷസൻ്റെ ശല്യം അസഹ്യമായി വന്നപ്പോൾ എല്ലാവരും പാർവതി ദേവിയെ, ദേവന്മാരെല്ലാം പോയി പാർവതി ദേവിയെ കണ്ടു. ദേവിയെ കണ്ടിട്ട് പറഞ്ഞു, ഈ ശല്യം ഒന്ന് ഒഴിവാക്കി തരണം. തന്നെ അവർ പറഞ്ഞപ്പോൾ ദേവി പറഞ്ഞു, ഗണപതിക്ക് മാത്രമേ ഇയാളെ ഈ സിന്ധുവിനെ വധിക്കാൻ കഴിയുള്ളൂ, വേറെ ആർക്കും കഴിയില്ല. അതുപോലെ തന്നെ ഞാൻ ഗണപതിയെ എൻ്റെ മകനായി സ്വീകരിക്കാം. ഒരു മണ്ണുകൊണ്ടൊരു ബിംബമുണ്ടാക്കി സ്വന്തം മകനെപ്പോലെ അതിനെ സ്നേഹിച്ച് അങ്ങനെ ഗണപതിയെ പ്രസവിച്ചു. ഗണപതിയാണ് നാട്ടുകാർക്കെല്ലാം ശല്യമായ സിന്ധു എന്ന രാക്ഷസനെ വധിക്കുന്നത്. അതുപോലെ
മറക്കാത്ത ഒരു കഥയെ ഓർക്കുന്നു. പാർവതി ദേവി കുളിക്കാനായി പോകുമ്പം കാവൽക്കാരനായിട്ട് അദ്ദേഹത്തെ ഗണപതിയെ ചുമതലപ്പെടുത്തി. അപ്പോഴാണ് പരമശിവൻ വരുന്നത്. പരമശിവൻ വന്നപ്പോൾ മകൻ തടഞ്ഞു. ഇല്ല, അമ്മ എന്നെ കാവൽക്കാരനാക്കിയ ആരെയും കടത്തി വിടരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അത് അച്ഛനായാലും ശരിയല്ല, ഞാൻ കടത്തി വിടില്ല എന്ന്. അച്ഛൻ പരമശിവന് ദേഷ്യം വന്ന് വാളെടുത്ത് വീശി തല പോയി. പാർവതി ദേവി മകനെ വധിച്ചതിൽ അലമുറയിട്ട് കരഞ്ഞ് അവന് ജീവൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ശിവൻ പറഞ്ഞ് ആദ്യം വരുന്ന ജീവിയുടെ തല അറുത്ത് കൊണ്ടുവരാൻ. അതാണ് ഗണപതിയായി മാറിയത്. അത് നമ്മുടെ സുശ്രുതൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വൈദ്യ ശസ്ത്രക്രിയ പരിജ്ഞാനത്തിൻ്റെ അതിൻ്റെ പ്രാവീണ്യത്തിൻ്റെ ഇതൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് അത്ര വലിയ യുക്തിസഹമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊന്ന്, ഗണപതിയെക്കുറിച്ച് സത്യത്തിൽ നമ്മുടെ ദേവന്മാരുടെ കൂട്ടത്തിൽ ഒരു ഗവേഷണം നടത്തി കണ്ടെത്തേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഗണപതിയെക്കൊണ്ട് ഇത് നമ്മുടെ ഓം എന്ന പ്രണവമന്ത്രത്തിൻ്റെ അതിൻ്റെ ഒരു മനുഷ്യരൂപമാണ് ഗണപതി. ഈ പ്രപഞ്ചമുണ്ടായത് ഓം എന്ന പ്രണവമന്ത്രത്തിൽ നിന്നാണ്. ആ പ്രണവമന്ത്രത്തിൽ 3 അക്ഷരങ്ങളുണ്ട്: ആ, ഓ, അമെന്ന്. അത് സൃഷ്ടിസ്ഥിതി സംഹാരത്തെ സൂചിപ്പിക്കുന്നതാണ് ആ 3 അക്ഷരങ്ങൾ. ആ 3ഉം ചേരുമ്പോൾ, സൃഷ്ടിസ്ഥിതി സംഹാര മൂർത്തികൾ ചേരുമ്പോഴാണ് പരബ്രഹ്മമുണ്ടാകുന്നത്. ആ പരബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തിന് നിദാനമായ ശക്തി. ആ പരബ്രഹ്മത്തെയാണ് ത്തിൻ്റെ രൂപത്തിൻ്റെ, ഓം എന്ന രൂപത്തിൻ്റെ ഒരു ചിത്രരൂപമാണ്, മനുഷ്യരൂപമാണ് ഗണപതി. നമ്മൾ ഓം എന്നുള്ള രൂപവും ഇതും നോക്കുകയാണെങ്കിൽ ഇത് കാണാൻ പറ്റും. പിന്നെ ഈ കൃതിയിൽ ഞാനൊരു സവിശേഷത കണ്ടു. അത് പുരാണങ്ങളും ആത്മീയ കാര്യങ്ങളും പറയുന്നതിനോടൊപ്പം നമ്മുടെ വർത്തമാനകാല സംഭവങ്ങളും അല്ലെങ്കിൽ ശാസ്ത്രവും കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്രാഫ്റ്റിങ്. എല്ലാ ലേഖനങ്ങളിലും മിക്ക ലേഖനങ്ങളിലും അത് കാണാൻ കഴിഞ്ഞു. അത് വളരെ ആകർഷകമായിട്ടും എനിക്ക് തോന്നി. ഈ ഗണപതിയുടെ കാര്യത്തിലും നല്ലൊരു ക്രാഫ്റ്റിങ് ആ രീതിയിലൊരു താരതമ്യം നടത്താൻ പറ്റുമായിരുന്നു. കാരണം പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നതിന് പുരാണം പറയുന്ന ഉത്തരമാണ് ഓം എന്ന പ്രണവ മന്ത്രം. അതിൽ 3 ശക്തികളാണ്. പക്ഷേ സയൻസ് പറയുന്നത് ബിഗ് ബാങ്ങിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. ബിഗ് ബാങ് ഉണ്ടാകുമ്പോൾ, അതായത് മഹാവിസ്ഫോടനം, അതായത് യുഗങ്ങളോളം അതിൻ്റെ ആ ശബ്ദം മുഴങ്ങിക്കേട്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ വിസ്ഫോടനത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തിലും പൊടിപടലങ്ങളുണ്ടായി. ശാസ്ത്രജ്ഞന്മാർ ആ പൊടിപടലങ്ങൾ 3ആയി വിഭജിച്ചു: പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇത് 3ഉം ചേരുന്നതാണ് ആറ്റം എന്ന് പറയുന്നത്. ആ ആറ്റത്തിൻ്റെ സ്ഥാനത്താണ് നമ്മുടെ പരബ്രഹ്മം വരുന്നത്. അപ്പം പുരാണത്തിൽ പറയുന്നതും നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നതും ഒന്നാണ് എന്ന് താങ്കൾക്ക് പല ലേഖനങ്ങളിലും ചെയ്തിട്ടുള്ള, അതായത് പുരാണത്തെയും ആധുനികതയെയും ഒന്നിപ്പിച്ചുകൊണ്ട് സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു ക്രാഫ്റ്റിങ് ഇതിനകത്തും നടത്താൻ കഴിയുമായിരുന്നു. പിന്നെ ഗണപതിയെക്കുറിച്ച് എനിക്കൊരു കൂടുതൽ വായിക്കാനൊരു അവസരം ഒരു കാലത്തുണ്ടായതുകൊണ്ട് പറയുന്നതാണ്. ഗണപതിയെക്കുറിച്ച് ഗവേഷണം നടത്തി കണ്ടെത്തേണ്ടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഗണപതി പരബ്രഹ്മമെന്നാണ് പറയുന്നത്. പരബ്രഹ്മത്തിന് രൂപമില്ല, ഭാവമില്ല. പക്ഷേ അമ്പലങ്ങൾ പലതും നേരെ തിരിച്ചാണ് കാണുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ശുചീന്ദ്രത്തെ വിഗ്രഹത്തിനൊരു യുക്തിസഹമാണ്. കാരണം രൂപവും ഭാവവും ഇല്ലാത്ത ആ ശക്തി ആണെന്നും പെണ്ണെന്നും പറയാനൊക്കില്ല. പക്ഷേ ഗണപതി ആണായും പെണ്ണായും ശുചീന്ദ്രത്തെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒറ്റക്കല്ലിൽ നിന്ന് ഗണപതിയുടെ ഒരു വിഗ്രഹം ശുചീന്ദ്രത്തുണ്ട്. അതുപോലെ തന്നെ അതിന് തൊട്ട് എതിർവശത്തായിട്ട് ഗണപതിയെ സ്ത്രീയായി ചിത്രീകരിച്ചുകൊണ്ടുള്ളൊരു വിഭവമുണ്ട്. ആണായും പെണ്ണായും കാണാം. പിന്നെ പരബ്രഹ്മത്തിന് വിവാഹമോ ഭാര്യയോ മറ്റേതോ ഒന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷേ നാഗർകോവിലിനടുത്ത് ഉള്ളൊരു അമ്പലത്തിൽ 2 ഭാര്യമാർ, ഇടവും വലവും നിൽക്കുന്ന 2 ഭാര്യമാരുടെ ചിത്രം കാണുകയുണ്ടായി. കണ്ടിട്ടില്ല, വായിക്കുകയുണ്ടായി. ഇതെല്ലാം രസകരമായിട്ടുള്ളത് ഞാൻ വായിച്ചപ്പോൾ തിരുവട്ടാറിൽ ഒരു ഗണപതി കോവിലിനെ കുറിച്ച് പറയുന്നു. അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗണപതി കോവിലുകളിൽ 7 എണ്ണം പറയുന്നതിൽ ഒന്ന് ഇതാണ്, നമ്മുടെ ഇതിലുള്ളതാണ്, തിരുവട്ടാറുള്ള ഗണപതി കോവിലാണ്. അപ്പോൾ അതിൽ ഭാര്യ അതിന് അണത്തൈ കല്ലുകോവിൽ എന്നാണ് അതിൻ്റെ പേര് പുസ്തകത്തിൽ കൊടുത്തിരുന്നത്. ഗണപതിക്ക് തമിഴ് പറയുന്നുണ്ട് പിള്ളയാർ. അണത്തൈ പിള്ളയാർ കൽക്കോവിൽ എന്നാണ് കൃതിയിലെ പുസ്തകത്തിൻ്റെ പേര് പറയുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിന് തൊട്ടടുത്ത് താമസിക്കുന്നവർ 2-3 വീട്ടുകാർ ഈ തിരുവട്ടാറും കുലശേഖരത്തും ഒക്കെ ഉള്ളവരാണ്. അപ്പം ഞാൻ അവിടെ 1 ട്രഷറി ഓഫീസറായിരുന്ന ശശിയായിരുന്നു.
അപ്പോൾ ഈ 500 ഏക്കർ സ്ഥലം ഈ അമ്പലത്തിനുണ്ട്. അപ്പോൾ 500 ഏക്കറുള്ള സ്ഥലമുള്ള ഒരു അമ്പലം കേരളത്തിൽ എവിടെയെന്ന് ഞാൻ സ്തംഭിച്ചു പോയി. ഞാൻ ഈ ശശിയെ വിളിച്ചു. അത് ഞങ്ങളൊരു ജനശ്രീ മീറ്റിംഗ് ഉണ്ട് എല്ലാ മാസവും ഒന്നല്ലോ. അതിലും ഇവരോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ എഴുതിയ ആളിന് തെറ്റുപറ്റിയതാണ്, അങ്ങനെ ഒരു അമ്പലം തിരുവട്ടാറോ ആ പരിസരത്തോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തായിരുന്നാലും അതൊന്ന് കണ്ടെത്തണം എന്നൊരാഗ്രഹം തോന്നി. ഞാൻ തിരുവട്ടാറുള്ള ശൈലജ രവീന്ദ്രൻ്റെ അടുക്ക് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന്. അപ്പോൾ ശൈലജ അന്വേഷിച്ചിട്ട് പറഞ്ഞില്ല. ഞാൻ തീർത്ത് പറഞ്ഞില്ല, അങ്ങനെ ഒരു അമ്പലമുണ്ട്, എവിടെയെങ്കിലും അതിൻ്റെ ഒരു അവശിഷ്ടം കാണും. 500 ഏക്കറൊന്നും കാണില്ല, അതെല്ലാം എൻക്രോച്ച് ചെയ്ത് പോയി കാണും. അവസാനം അവിടുത്തെ ഹിന്ദു ഐക്യവേദിക്കാരോട് അവരത് പറഞ്ഞ് ഹിന്ദു ഐക്യവേദിക്കാരും ശൈലജയും കൂടെ വണ്ടിയെടുത്ത് എല്ലായിടവും തിരഞ്ഞു പോയി. അവസാനം ഒരു ദിവസം പറഞ്ഞ് ഞങ്ങൾ ആ അമ്പലം കണ്ടെത്തി. സാറ് പറഞ്ഞാൽ ശരിയാണ്, അണത്തൈ പിള്ളയാർ കല്ലുപോവിൽ നിന്നാണ് അതിൻ്റെ പേര്. പുഴയുടെ തീരത്താണ് എടുക്കുന്നത്. വിഗ്രഹം ഇച്ചിരി അല്പം ചരിഞ്ഞിട്ടുണ്ട്. അത് ഇളക്കിയെടുത്ത് കളയാൻ നോക്കിയിട്ട് പറ്റാത്തത് കൊണ്ടാണ് ചരിവിൽ മാത്രം അവിടെ നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ആ അമ്പലം എനിക്കൊന്ന് കാണാം. ഞാനും വേറൊരു സുഹൃത്തും കൂടെ ഞങ്ങൾ അവിടെ പോയി. അപ്പം ഞങ്ങൾ ചെല്ലുന്നു എന്നറിഞ്ഞുകൊണ്ട് ഈ ഹിന്ദു ഐക്യവേദിക്കാരും കുറച്ച് 10-25 ആളുകളും അവിടെ കൂടി ഇതിനെക്കുറിച്ചറിയാം. അപ്പം ചെന്നപ്പോഴും അമ്പലത്തിൽ കയറാൻ വഴിയില്ല. കാരണം വഴി ഈ 500 ഏക്കർ എൻക്രോച്ച് ചെയ്ത് അവിടെ പള്ളിയും മറ്റാളുകളും എല്ലാം താമസമായിരിക്കണം. അമ്പലത്തിലേക്ക് പ്രത്യേകിച്ച് വഴിയില്ല. പിന്നെ ചെറിയൊരു വിടവ് ചാടി നമുക്കവിടെ കയറാം. അപ്പം അമ്പലത്തിന് വാതിലുമില്ല. പക്ഷെ ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ട്. ആ വീട്ടിന് തൊട്ടടുത്ത് താമസിക്കുന്ന ക്രിസ്ത്യൻ കുടുംബം, ആ ചുറ്റുപാടും ക്രിസ്ത്യൻ കുടുംബങ്ങളാണ്. അപ്പം പണ്ടെന്നോ ഉള്ള പൂജാരിയോ ഇതിൻ്റെ അവകാശികളോ ഇതെല്ലാം വിറ്റ് അങ്ങനെ പോയതാണ്. ആ അടുത്തുള്ള വീട്ടുകാർ അവിടെ എന്നും സന്ധ്യയ്ക്ക് ഒരു ദീപം തെളിയിക്കുന്നുണ്ട്. അതല്ലാതെ വേറെ ആരും വരികയോ പോവുകയോ ചെയ്യുന്ന ഒരു സ്ഥിതിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഗണപതി നമ്മൾ പരബ്രഹ്മം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിൽ ഭാര്യാസമേതനായി ഇത് നിൽക്കുന്നു. പല കേരളത്തിലുള്ള ക്ഷേത്രം തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് ആരും നോക്കാനില്ലാതെ ജീർണിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഗവേഷണം നടത്തി ഒരു പ്രബന്ധം എഴുതാൻ ശ്രീകുമാറിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റൊന്ന് എനിക്ക് അടുത്ത ലേഖനത്തിനെക്കുറിച്ച് പറയാനുള്ളത് വാക്കിനെക്കുറിച്ചാണ്. വാക്കിനെക്കുറിച്ചൊരു നല്ല ലേഖനം ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വാക്കിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ച്. പക്ഷെ ആ ലേഖനത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വേദങ്ങളിലും ഉപനിഷത്തുകളിലും വാക്കിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സംസ്കൃത പാണ്ഡിത്യത്തെയും അതിലുള്ള ആഴത്തുള്ള അറിവിനെയാണ് സൂചിപ്പിക്കുന്നത്. അത്തരം സംസ്കൃത ശ്ലോകങ്ങൾ വാക്കിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വാക്കാണ് ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ആദിയിൽ വചനമുണ്ടായി എന്നുള്ളതാണ്. ഇപ്പം നേരത്തേതിലും വാക്കല്ലെങ്കിൽ തന്നെ വാക്കിലെ സ്വരത്തിൽ നിന്ന സ്വരമാണ് ഓം എന്ന പ്രണവമന്ത്രത്തിൻ്റെയും തുടക്കത്തിലുള്ള കാരണം. അപ്പം ഈ പ്രപഞ്ചത്തിന് നിദാനമായൊരു ശക്തിയായിട്ടും അതിന് വേദങ്ങളിലും ഉപനിഷത്തുകളിലും എങ്ങനെ വിവരിച്ചിരിക്കുന്നു എന്നുള്ളതുമൊക്കെ ഇതിൽ പറഞ്ഞു. പക്ഷെ അതോടൊപ്പം വർത്തമാനകാല സംഭവങ്ങളും നമ്മൾ വാക്കിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. കാരണം വാക്കുകൾ ഒരു ഭാഷയിൽ, ഒരു ജൈവ ഭാഷയിൽ വാക്കുകൾ മരിച്ചുകൊണ്ടിരിക്കും, വാക്കുകൾ ജനിച്ചുകൊണ്ടിരിക്കും, വാക്കുകൾക്ക് പുതിയ അർത്ഥഭേദങ്ങളുണ്ട്. അത് നമ്മൾ ഈ വാക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കൊയിലുകൾ എന്ന് പറഞ്ഞാൽ മലബാറിൽ പോയി പറഞ്ഞാൽ പോലും ആർക്കും അറിയില്ല. കൊയിലുകൾ എന്ന് പറയുന്നത് മാപ്പിളമാരെ കുറിച്ചുള്ള എന്നുള്ള അർത്ഥമാണ്. പക്ഷെ കൊയിലുകൾ എന്നുള്ള പദം ഇന്നില്ല, അതാ പദം മരിച്ചു. അങ്ങനെ ഒരുപാട് പദങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പം പുതിയ ജൻസി ഇപ്പം പറയുന്നുണ്ട് പൂക്കി മുഖ്യമന്ത്രി എന്ന്. അപ്പം നമുക്ക് പഴയ ആൾക്കാർക്ക് അത് കേട്ട് കഴിഞ്ഞാൽ ഇതെന്താണ്, നല്ലതാണോ ചീത്തയാണോ ഈ പൂക്കി എന്നറിയില്ല. പൂക്കാലത്തിൻ്റെ ഷോർട്ട് ഫോം ആക്കി മുഖ്യമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് പിള്ളേരുണ്ടാക്കിയ ഒരു വീടാണ്. അപ്പോൾ ഈ ക്യാമ്പസുകളിലും ഇതിലുമാണ് കൂടുതൽ പദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്ന ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ച് നല്ല വാക്കുകൾ നല്ല ചിന്തയിൽ നിന്നേ വരികയുള്ളൂ. ചീത്ത വാക്കുകൾ ദുഷ്വാക്കുകൾ നമുക്ക് ദുഷ്ഫലം ചെയ്യുമെന്നുള്ളത്. അതിന് നല്ലൊരു ഉദാഹരണങ്ങളും കൊടുക്കാമായിരുന്നു. നമ്മുടെ പഴയ മുഖ്യമന്ത്രി പരനാറി എന്ന് പ്രേമേന്ദ്രൻ MP വിളിച്ചു. പക്ഷേ അത് പ്രേമേന്ദ്രന് ഗുണമായി, അദ്ദേഹത്തിന് അത് മോശമായി. അദ്ദേഹം കടക്കൂപുറത്ത് എന്നുള്ളൊരു പദം ഉപയോഗിച്ചു. അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായിപ്പോൾ. അപ്പം നമ്മുടെ വർത്തമാനകാലത്ത് തന്നെ ഉദാഹരണങ്ങൾ ഏറെയുണ്ട്, നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെയും ദുഷ്വാക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ. അതുപോലെ നമ്മുടെ പിള്ളേർ ഇപ്പോഴും പറയും, ആരെങ്കിലും പറഞ്ഞാൽ ശശിഭൂഷണിൻ്റെ പ്രസംഗം അവിടെ കലക്കി എന്ന് പറയും. കലക്കി എന്ന് പറഞ്ഞാൽ നല്ലതെന്നുള്ള അർത്ഥമാണ് ഇന്നുള്ളത്. പക്ഷേ ഇന്നലകളിൽ ആ പദത്തിനുള്ള അർത്ഥം സ്വാതന്ത്ര്യ സമരകാലത്ത്
യോഗങ്ങൾ കൂടുമ്പം കൂവാനും കല്ലെറിയാനും പോകുന്നവരെയാണ് കലക്കികളെന്ന് പറഞ്ഞിട്ട് അതെപ്പോഴും. പിന്നെ പല പ്രയോഗങ്ങൾ അത് നമ്മുടെ കുട്ടികളാണ് ഉണ്ടാക്കുന്നത്. മോനെ ദിനേശ എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ ഒരു പ്രയോഗം, അത് വാക്കിൽ നിന്നുണ്ടായ പ്രയോഗമാണ്. അത് തന്നെ ആന്ധ്രയിൽ നിന്ന് ഇലക്ഷൻ സമയത്ത് ഇവിടെ വന്ന ആന്ധ്രയിലെ മുഖ്യമന്ത്രി മോനെ വിജയ എന്ന് മാറ്റിയത് നോക്കി. നമ്മുടെ മുഖ്യമന്ത്രി അതിനെ തിരിച്ചടിച്ചു, ഡാഷ് മോനെ എന്ന് നമ്മുടെ മുഖ്യമന്ത്രി വിളിച്ചു. പക്ഷെ ആ പദങ്ങൾ കേൾക്കുന്നവർക്കറിയാം സംസ്കാര സമ്പന്നരാരാണ്, സംസ്കാര ശൂന്യരാരാണ് എന്ന്. അവരുടെ ഒരാളുടെ വാക്കിൽ നിന്ന് ഒരാളുടെ സംസ്കാരത്തെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും. പിന്നെ വാക്കുകൾ ഉച്ചരിക്കുന്നത്, അതിലോട്ട് അത്ര ആഴത്തിലേക്ക് വിഷയം കടന്നിട്ടില്ല. വാക്കുകൾ ഉച്ചരിക്കുന്നതിന് ഒരു നിയമാവലിയുണ്ട്. ആ നിയമം അനുസരിച്ചേ വാക്കുകൾ ഉച്ചരിക്കാവുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വേറെ പലതും ആയിപ്പോകും. ഇപ്പം ഉദാഹരണത്തിന് പണ്ട് നമ്മൾ ജ്യോതി വാസുവെന്നും ഒക്കെയാണ് എഴുതിയത്. പക്ഷേ NV കൃഷ്ണമാചാര്യ ഏകീകൃത ലിപിവിന്യാസത്തിലൂടെ ഒരു നിയമം ഉണ്ടാക്കി. ഒരു വ്യക്തിയുടെ ആയാലും ഒരു സ്ഥലത്തിൻ്റെ ആയാലും വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ആ വാക്കുകൾ അതിൻ്റെ ഉറവിടത്തിൽ, അതിൻ്റെ നാട്ടിൽ അതെങ്ങനെ അവിടെ ഉള്ളവർ ഉപയോഗിച്ചോ അതേ രീതിയിൽ തന്നെ ഉച്ചരിക്കണം. അങ്ങനെയാണ് അസം ആയതും ജ്യോതി ബസു ആയതിലും മമത ആയതും മറ്റേ മാറ്റങ്ങൾ ആ രീതിയിൽ വന്നിട്ടുള്ളത്. എൻ്റെ ഒരു അനുഭവം കൂടി വാക്കിൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു അനുഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് MS യൂണിവേഴ്സിറ്റിയിൽ യുനെസ്കോയുടെ ഒരു സെമിനാർ, സ്റ്റുഡൻറ്റ് ജുഡീഷ്യറി സെമിനാർ ഉണ്ടായിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റി പ്രസംഗ മത്സരം നടത്തി എനിക്കായിരുന്നു കേരളം. അന്ന് ഒറ്റ യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ, കേരള യൂണിവേഴ്സിറ്റി. എനിക്ക് കിട്ടി. ജീവിതത്തിൽ ആദ്യമായിട്ട് ട്രെയിനിൽ കേരളം വിട്ടു പോവുകയായിരുന്നു. പക്ഷെ എന്തായാലും ഒറ്റയ്ക്കാണ് പോയത്. അന്ന് തൂവെള്ള ബാലേന്ദ്രൻ അറിയാം എൻ്റെ പഴയ വേഷം, തൂവെള്ള കതറും തൂവെള്ള ഷർട്ടുമായിരുന്നു. അത് വിട്ട് ഞാൻ പോയി. സുഹൃത്തുക്കളുടെ റെയിൽവേ സ്റ്റേഷനിൽ മുദ്രാവാക്യമൊക്കെ വിളിച്ച് യാത്ര ചെയ്തു. ഞാൻ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ ഷർട്ടും മുണ്ടും ശബരിമലയിൽ പോകുന്ന തീർത്ഥാടകൻ്റെ രൂപത്തിൽ നല്ല കറുത്ത ഉള്ള ഇതുമായി. പിന്നെ ട്രെയിനിൽ കുളിക്കാനും ഷേവ് ചെയ്യാനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്തില്ല. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി എവിടെയെങ്കിലും ഒരു വണ്ടി പിടിച്ച് യൂണിവേഴ്സിറ്റിയിൽ പോകാം എന്ന് കരുതി പോകുമ്പം ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുന്നു, വെൽക്കം ടു മിസ്റ്റർ ടാമ്പൻ. ഞാൻ എന്തോ മഹാഭാഗ്യവാൻ, ഇത് ടാമ്പനെ സ്വീകരിക്കാൻ ഇവിടെ ആൾ വന്നിരിക്കുന്നു. അവനൊക്കെ നല്ല ആളുകൾ, എങ്ങനെയെങ്കിലും ചെന്നൊന്ന് കുളിച്ച് ഫ്രഷ് ആകണമല്ലോ എന്ന് ഞാൻ വീണ്ടും നടന്നു. അപ്പം വീണ്ടും വരും അടുത്തേക്ക്, വെൽക്കം ടു മിസ്റ്റർ ടാമ്പൻ ഫ്രം കേരള. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. എന്തായാലും കേരളത്തിൽ നിന്ന് ഒരുത്തനുണ്ടല്ലോ, എന്നാലും ഒരു മലയാളം സംസാരിക്കാം, പോകുന്ന വഴിയൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ ആ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നിടത്തേക്ക് ചെന്നു. അനൗൺസ്മെൻറ്റ് ചെയ്യുന്നപ്പോഴത്തേക്ക് ഞാൻ സ്തംഭിച്ചു പോയി. കാരണം വെണ്ടയ്ക്ക് ആശത്ത് THAയും PM വെൽക്കം ടു ടാമ്പൻ എന്നൊരു ബാനറും പിടിച്ച് നല്ല ഇതിൽ സുന്ദരന്മാരും സുന്ദരിമാരും കുറച്ച് കുമാരന്മാർ അവിടെ കാത്തു നിൽക്കുന്നു. എനിക്ക് ആദ്യം ഒരു ചമ്മൽ തോന്നി, കാരണം 2-3 ദിവസമായിട്ട് ഇട്ട ഷർട്ടർ, കുളിക്കാത്ത വേഷം, ചെയ്യുമ്പോൾ എന്തായാലും പണ്ട് അവർ കാര്യമായിട്ട് സ്വീകരിച്ചു. അന്ന് എനിക്ക് മനസ്സിലായി, വാക്ക് തെറ്റായി ഉച്ചരിച്ചാൽ എൻ്റെ പേര് പോലും നിങ്ങളുടെ പേര് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കെ. അപ്പം വാക്കിനെക്കുറിച്ച് പറയുമ്പോൾ NV പഠിപ്പിച്ച ആ പാഠം, ഏകീകൃത ലിപിവിന്യാസത്തിലൂടെ NV ആവിഷ്കരിച്ച ആ നിയമം, ഒരു വ്യക്തിയുടെ നാമമായാലും ഒരു സ്ഥലത്തിൻ്റെ നാമമായാലും അത് ഉച്ചരിക്കുന്നത് അതിൻ്റെ ഉറവിടത്തിൽ എങ്ങനെ ഉപയോഗിച്ചോ അത് മനസ്സിലാക്കും. ആ നിയമം വന്നതിന് ശേഷമാണ് ഡോസ്റ്റോവെസ്കി എന്നൊക്കെ എഴുതിയിരുന്നത് ദസ്തോവെസ്കി ആയത്. ഐൻസ്റ്റൈൻ എന്നൊക്കെ എഴുതിയിരുന്നത് ഐൻസ്റ്റൈൻ എന്നായത്. നിർഭാഗ്യപരമെന്ന് പറയട്ടെ, NV ആവിഷ്കരിച്ച ഏകീകൃത ലിപിവിന്യാസമോ വാക്കുകൾ ഉച്ചരിക്കുന്ന നിയമമോ ഇന്ന് പത്രങ്ങളോ അല്ലെങ്കിൽ എന്തിന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലോ ഉപയോഗിക്കാത്ത ഒരു കാലത്തിലേക്കാണ് മാറുന്നത്. പഴയ ലിപിയിലേക്ക് പോകണമെന്നുള്ള വാദമുഖങ്ങളിലേക്കാണ്. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ നീട്ടുന്നില്ല. ഇതിന് ഇനിയും കൂടുതൽ പതിപ്പുകളുണ്ടാകും. ആ പതിപ്പുകളുണ്ടാകുമ്പോൾ ഇതേപോലൊക്കെ കുറേ കൂടി വിജ്ഞാനപരമായ കാര്യങ്ങൾ ചേർക്കണം. ഇനി നമ്മുടെ പുസ്തക പരിചയത്തിന് വേണുവിൻ്റെ പ്രസംഗം കൂടിയുണ്ട്. മണി 5 പോകുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. അത് ശ്രീകുമാറിനോട് നേരിട്ട് തന്നെ പറഞ്ഞുകൊള്ളാം നടച്ചുകൊണ്ട്. എന്തായാലും വളരെ വർഷങ്ങൾക്ക് ശേഷം ശിവകുമാറിനെയും കാണാൻ കഴിഞ്ഞു. ശിവകുമാറിനെ പോലെ ഒരുപാട് പേരുടെ കടിഞ്ഞൂൽ കൃതിക്ക് പ്രസിദ്ധീകരിക്കാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഇനിയും ശ്രീകുമാറിന് കൂടുതൽ പുസ്തകങ്ങൾ ആത്മീയതയെക്കുറിച്ച്, ഗണിതത്തെക്കുറിച്ച് എനിക്ക് ഏറ്റവും ആകർഷകമായ ആ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നടത്താം. അദ്ദേഹം കണാദനെക്കുറിച്ച് സമീപിച്ചിട്ടുണ്ട്. കാരണം ഈ കണങ്ങളെക്കുറിച്ച് ഏറ്റവും അതും കഴിഞ്ഞിട്ട് പാർട്ടിക്കലിനെ കുറിച്ച് വരെ അത് കണാദൻ പറഞ്ഞു. ആ കണാദനെക്കുറിച്ച് ഇതിൽ
പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൻ്റെ സൂര്യ സിദ്ധാന്തത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അത് ആ സിദ്ധാന്തം വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ഒരു മഹാമുനി, കനാദൻ എന്ന മഹാമുനി അത് ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, പാർട്ടിക്കിളിൻ്റെ ആറ്റത്തിൻ്റെ അംശങ്ങളെക്കുറിച്ച് ഉള്ള ഗവേഷണങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് സെൻറ്റ് ബോസ് എന്നോ നമ്മുടെ ഒരു ബോസും പിന്നെ പുതിയ ദൈവഗണം കണ്ടെത്തിയത്. ആ ദൈവഗണം ഇന്ന് കണ്ടെത്തുന്നതിന് മുമ്പേ കനാദൻ കണ്ടെത്തിയതാണത്. കനാദൻ മാത്രമല്ല, അടുത്ത പുസ്തകത്തിൽ താങ്കൾ ഒരു കാര്യം കൂടി ചേർക്കണം. കാരണം ഇന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഈ ഭൂമി ഉരുണ്ടതാണ് എന്ന് കണ്ടുപിടിച്ചത് കോപ്പർനിക്കസും ഗലീലിയോയുമാണെന്നാണ്. അവർ ജീവിച്ചിരുന്ന 16-ാം നൂറ്റാണ്ടിലാണ്. AD 499 ഇവിടെ ഒരു ശാസ്ത്രജ്ഞൻ നിയമിച്ചിരുന്നു. ശശിഭൂഷൺ ഇവിടെ പറയുകയുണ്ട്, ആര്യഭടൻ എന്നുള്ളത്. ആര്യഭടനാണ് ആദ്യമായി ഈ കോപ്പർനിക്കസൊക്കെ കണ്ടുപിടിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമി ഉരുണ്ടതാണെന്നും അത് സൂര്യനെ വലയം വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്വം ആവിഷ്കരിച്ചതും അദ്ദേഹമാണ്. ഇതൊരു യോഗത്തിൽ ഞാൻ പറഞ്ഞ ഉടനെ BJPക്കാരെ ഞാൻ അനുകരിക്കുകയാണെന്നാണ്. കാരണം സാംസ്കാരിക ധർമ്മത്തെക്കുറിച്ച്, ഭാരതീയ ദർശനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അത് BJPയുടെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കുത്തകയല്ല. ഭാരതത്തിൽ ജനിച്ചു വളർന്ന എല്ലാവർക്കും അവകാശപ്പെട്ടാണ്. ഭാരതീയ ധർമ്മത്തിനെക്കുറിച്ച് അതിനെക്കുറിച്ച് അറിവുള്ളവർ സ്വാഭാവികമായും അതിനെക്കുറിച്ച് പ്രശംസിച്ചുമൊക്കെ സംസാരിച്ചു. ഞാൻ ശ്രീകുമാറിനോട് നിർദ്ദേശിക്കാനുള്ളത് ഇതാണ്: ഈ നിഷാദിനോടൊപ്പം ആര്യഭടനെയും കുറിച്ചും കൂടെ പഠിക്കണം. ആര്യഭടീയം എന്ന പുസ്തകം, കാരണം ഇങ്ങനെ എതിർപ്പുണ്ടായപ്പോൾ ആര്യഭടീയം എന്ന പുസ്തകം ഞാൻ കണ്ടെത്തി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മലയാളത്തിൽ അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. കാരണം കൂടുതൽ അതിനൊരു പ്രചാരം കിട്ടാനായിട്ട്. അതിനൊക്കെ ഭരദ്വാജ മഹർഷിയെക്കുറിച്ച് ചില BJPക്കാരും മറ്റുമൊക്കെ പുഷ്പവിമാനം രാവണനുണ്ടായിരുന്നതുകൊണ്ട് പ്ലെയിൻ നേരത്തെ ഇന്ത്യക്കാർ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനേക്കാളൊക്കെ എത്രയോ നല്ല തെളിവുണ്ട്. അത് യുക്തിസഹമല്ല. വാൽമീകി മഹർഷിയുടെ ശിഷ്യനായ ഭരദ്വാജ മഹർഷി വൈമാനിക ശാസ്ത്രം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ താന്ത്രികം, യാന്ത്രികം, മാന്ത്രികം എന്ന 3 തരം വിമാനങ്ങളെക്കുറിച്ച്, പൈലറ്റ് ഇല്ലാതെ, അങ്ങനെ വിശദാംശങ്ങളിൽ കിടക്കാൻ ആ പുസ്തകവും ഇന്നുണ്ട് സംസ്കൃതത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് പൗരാണികമായി തന്നെ ശാസ്ത്രരംഗത്ത് മഹത്തായ ഒരു പാരമ്പര്യവും ഒരു സമ്പത്തുമുണ്ട്. അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ ഇതേ കണക്കൊരു അപൂർവം ചില കൃതികൾക്ക് മാത്രമേ കഴിയുന്നുള്ളൂ. ഈ കൃതികളിൽ തന്നെ ഇനിയും ഇതിനെ കൂടുതൽ എൻലാർജ് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് അടുത്ത പതിപ്പുകൾ ഇറക്കട്ടെ. ഈ വിഷയങ്ങൾ ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ ദഹിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്തതായി പുസ്തക പരിചയം നടത്തുന്നതിനായി ശ്രീ വേണു സരസ്വതി സാറിനെ ക്ഷണിക്കും. ഈ വേദിയിൽ അധ്യക്ഷനായിരിക്കുന്ന ശ്രീ BS ബാലചന്ദ്രൻ സാർ, അദ്ദേഹം സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാൻ കൂടിയാണ്. ഇതിന് ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവും ഇതിന് മുൻനിരയായി വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച ജ്യേഷ്ഠ സഹോദരൻ ശ്രീ ശ്രീകുമാർജി, പുസ്തക പ്രകാശനം നടത്തിയ എനിക്ക് ഗുരുതുല്യനായ ഡോക്ടർ MG ശശിഭൂഷൺ സാർ, പുസ്തക സ്വീകാര്യം ചെയ്ത ഭാഷാവിദഗ്ധനായ ശ്രീ R ശിവകുമാർ, ഇപ്പോൾ മുഖ്യപ്രഭാഷണം നടത്തിയ എനിക്ക് ഏറ്റവും വേണ്ടത്തക്ക ശ്രീ MR തമ്പാൻ, പിന്നെ സ്വാഗതം ആശംസിച്ച സദ്ഭാവന ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാർ, ഇവിടെ ആശംസ നേരാനായി അന്നപൂർണ ടീച്ചർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതേവരെ കണ്ടില്ല. നന്ദി പ്രകാശിക്കാനായിരിക്കുന്ന ശ്രീ സിന്ധു സുരേഷ്, ഇവർക്കെല്ലാം വേദിയിലും കൂടാതെ വേദിയിലിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും നമസ്കാരം. ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുക, പുസ്തക പരിചയം എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായ കർമ്മം. ഏതാണ്ട് 1.5 വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഈ പുസ്തകത്തെക്കുറിച്ച് ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് എന്നോട് സൂചിപ്പിച്ചത്. ഇങ്ങനെ ഒരു പുസ്തകം എഴുതുന്നുണ്ട്, അപ്പോൾ അതിനകത്ത് കുറച്ച് പ്രൂഫും കാര്യങ്ങളുമൊക്കെ ഞാൻ നോക്കി കൊടുക്കണം എന്ന് പറഞ്ഞാണ് എന്നെ സമീപിച്ചത്. ഏതായിരുന്നാലും പുസ്തകം മറിച്ച് നോക്കി ഇതിൻ്റെ ലേഖനങ്ങൾ എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പുസ്തകം 100-150% ഇഷ്ടപ്പെട്ടു.
100-ൽ 150% ഇഷ്ടപ്പെട്ടു. കാരണം ഇതിനകത്ത് ഒരു വരി പോലും ജ്ഞാനപ്രദമല്ലാത്തതില്ല. എല്ലാ ഓരോ ഖണ്ഡികയിലും എന്തുമാത്രം ജ്ഞാനവിജ്ഞാനങ്ങളാണ് ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു അസൂയ എനിക്ക് തോന്നാതിരുന്നില്ല. കാരണം ഇതിന് ഗ്രന്ഥകാരൻ എടുത്ത എഫർട്ടാണ്. ഒരു ലേഖനം എഴുതാനായിട്ട് എത്ര പുസ്തകങ്ങളാണ് അദ്ദേഹം റെഫർ ചെയ്തിരിക്കുന്നത്. ഈ പുസ്തകങ്ങൾ റെഫർ ചെയ്യുകയല്ല, റെഫർ ചെയ്യുന്നതിനൊപ്പം സ്വന്തമായ അറിവും സ്വന്തമായി താൻ ആർജിച്ച അറിവും ഇതിനകത്ത് സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ഇതിന് അറിവ് സമ്പാദിക്കുക എന്നതിലുപരി അതിനൊരു ഇൻ്റഗ്രേഷനുണ്ട്. മലയാളത്തിൽ അതിന് സമാകലനം എന്ന് പറയും. എല്ലാം കൂടെ ക്രോഡീകരിച്ച് അതിനെ ഒരു ലേഖന രൂപത്തിലാക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു പദ്ധതിയാണ്. കുറച്ച് ലേഖനങ്ങളൊക്കെ ഞാൻ പണ്ട് എഴുതിയിട്ടുള്ളത് കൊണ്ട് എനിക്ക് നന്നായി അറിയാം ഇതിൻ്റെ വിഷമം എന്തുമാത്രമെന്ന് അറിയാം. കാണുന്നവർക്ക്, ലേഖനം വായിക്കുന്നവർക്ക് അത് എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും ഈ എഴുതുന്ന ആൾക്കാണ് അതിൻ്റെ പ്രയാസങ്ങൾ മുഴുവൻ തിരിച്ചറിയാൻ ആവുക. ഇവിടെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന സദ്ഭാവന ട്രസ്റ്റാണ്. അറിവും കാണാപ്പൊരുളും എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഇതിനാദ്യം എൻ്റെ അടുത്ത പേര് നിർദ്ദേശിക്കണമെന്ന് പറഞ്ഞു. ഞാനിതിന് അറിവും പൊരുളും എന്നിടാൻ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ അറിവും പൊരുളും എന്ന പേരിൽ മറ്റ് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പിന്നെ ഒരു അന്വേഷണമൊക്കെ നടത്തിയിട്ട് പറഞ്ഞു, 2-3 പുസ്തകങ്ങളുടെ പേര് അറിവും പൊരുളും എന്നാണല്ലോ എന്ന് പറഞ്ഞു. ഏതായിരുന്നാലും മറ്റ് പല പേരുകളും ഞാൻ നിർദ്ദേശിച്ചെങ്കിലും ഗ്രന്ഥകാരൻ അതിൽ വലിയൊരു താല്പര്യമില്ലാത്തത് തോന്നിയതുകൊണ്ട് അറിവും പൊരുളും എന്നുള്ള ആ പേര് തന്നെ കുറച്ചുകൂടെ ഭേദപ്പെടുത്തി ഇടാം എന്നുള്ള തീരുമാനത്തിൽ. അങ്ങനെയാണ് ഞങ്ങൾ കേരള സർവകലാശാല മുൻ മലയാള വിഭാഗം തലവനായിരുന്ന ഡോക്ടർ എം ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ അടുത്തെത്തിയത്. സാറ് ഈ പുസ്തകങ്ങൾ മറിച്ചു നോക്കിയ ശേഷം പറഞ്ഞു, എല്ലാ ലേഖനങ്ങളും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു കാര്യം ചെയ്യൂ, അറിവും കാണാപ്പൊരുളും എന്നാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇതിന് അറിവും കാണാപ്പൊരുളും എന്നുള്ള പേര് ഇന്നിട്ടത്. ഏതായിരുന്നാലും ഈ പേര് ഇതിന് വളരെ അനുയോജ്യമാണ്. ഈ പുസ്തകം സദ്ഭാവന ട്രസ്റ്റാണ് ഇറക്കിയിരിക്കുന്നത്. ഇവിടെ ഗോപകുമാർ സാർ പറഞ്ഞതുമാതിരി നല്ല ഒന്നാം തരം പ്രൊഡക്ഷൻ. പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത ഈ ചിത്രങ്ങളുടെ സന്നിവേശമാണ്. വേണ്ടത്ര ചിത്രങ്ങൾ സന്നിവേശിപ്പിച്ച് ഓരോ ലേഖനത്തെയും കമനീയമാക്കുവാൻ ഗ്രന്ഥകാരൻ ശ്രമിച്ചിരിക്കുന്നു. ചിത്രങ്ങൾ സന്ദർഭാനുസരണം ചിത്രങ്ങളുടെ സന്നിവേശം കൂടെ ആവുമ്പോൾ ലേഖനം കൂടുതൽ നമ്മുടെ മനസ്സിൽ പതിയും എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലെ കാര്യം. ഈ പുസ്തകത്തിൽ ആദ്യം 15 ലേഖനങ്ങളാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നത്. ഇവിടെ ഞാൻ തന്നെ ഗ്രന്ഥകർത്താവിനെ ഇവിടെ കൊണ്ടുവന്ന് ബാലേന്ദ്ര സാറിന് പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഇതൊക്കെ എടുത്തു വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, പ്രസിദ്ധീകരിക്കാം, യാതൊരു സംശയവുമില്ലാതെ ബാലേന്ദ്രൻ സാർ പറഞ്ഞു. വളരെ സന്തോഷം തോന്നി. കാരണം ഇതിനു മുമ്പ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുചെന്നപ്പോഴേ അവർ പറഞ്ഞു, ഇത് പല വിഷയങ്ങളായതുകൊണ്ട് അങ്ങനത്തെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക ഇപ്പോൾ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആണ് സദ്ഭാവന ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത്. സാർ യാതൊരു സംശയവുമില്ലാതെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഒറ്റ കണ്ടീഷൻ മാത്രം. എന്താണ്? ഓങ്കാരരൂപനാം മംഗളമൂർത്തിയെക്കുറിച്ചുകൂടി ഒരു ലേഖനം വേണം. സാറിന് മംഗളമൂർത്തി അത്രയും പ്രിയങ്കരനായ ദേവനാണെന്നാണ് തോന്നുന്നത്. ഏതായാലും അതും സമ്മതിച്ചു. അങ്ങനെയാണ് ഈ ആദ്യ ലേഖനം ഓങ്കാരരൂപനാം മംഗളമൂർത്തി. ഇതെഴുതി വന്ന് ലേഖനം എഴുതി എന്നെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് മറ്റ് ലേഖനങ്ങളെക്കാട്ടി മെച്ചപ്പെട്ട ഒരു ലേഖനമായി എനിക്ക് ഈ ഗണപതിയെക്കുറിച്ചുള്ള ഈ ലേഖനം തോന്നി. കാരണം ഈ ഗണപതിയെക്കുറിച്ച് ഞാൻ കുറേ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. കുറേ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ
ഗണപതിയെക്കുറിച്ച് ഇന്നും സമഗ്രമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് പാൽക്കുളങ്ങരയിൽ, ഗണപതി പോറ്റി എന്ന് പറയും, ജ്യോതിഷം നടത്തുന്ന ആളാണ് അദ്ദേഹം. ഗണപതിയെക്കുറിച്ച് ധാരാളം പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിന് അവതാരിക എഴുതാൻ തന്നതും എൻ്റെ കയ്യിലാണ്. ഞാൻ അങ്ങനെ ആ പുസ്തകത്തിന്, ഗണപതിയെക്കുറിച്ചുള്ള ഒരു പുസ്തകം തന്നെയാണ്, അവതാരിക എഴുതി കൊടുത്തു. പക്ഷേ ആ പുസ്തകം ഇതേവരെ പ്രസിദ്ധീകരിച്ച് കണ്ടിട്ടില്ല, എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ഓങ്കാര രൂപന മംഗളമൂർത്തി മറ്റുള്ള ദേവന്മാരെ അപേക്ഷിച്ച് വളരെ പ്രത്യേകതയുള്ള ഒരു ദേവനാണ് ഈ ഗണേശൻ എന്ന് പറയുന്നത്. ഗണേശനും അതുപോലെ നരസിംഹമൂർത്തിയൊക്കെ. കാരണം ശിവനും സുബ്രഹ്മണ്യം എല്ലാം ഒരു രൂപമുണ്ട്, മനുഷ്യാകാര രൂപം, ഏതാണ്ട് അതേ രൂപത്തിലിരിക്കുമ്പോൾ ഗണപതി അങ്ങനെയല്ല. ആനയുടെ ശിരസും മനുഷ്യൻ്റെ ശരീരവും വെച്ചുള്ള ഒരു രൂപമാണ്. ഗണപതിക്ക് സഞ്ചരിക്കാനുള്ള വാഹനം നോക്കിയേ, ഏറ്റവും നമ്മളെല്ലാം വളരെ നിസാരമെന്ന് കരുതുന്ന ഒരു എലിയും. അപ്പം ഇതിൻ്റെ പിന്നിലുള്ള തത്വങ്ങളൊക്കെ അപഗ്രഥിക്കുവാണെങ്കിൽ വളരെ വളരെ ശാസ്ത്രീയപരമായ ചിന്തകളാണ് അതിൻ്റെ പിന്നിലുള്ളത്. ആ ചിന്തകളെയെല്ലാം കുറേയൊക്കെ ക്രോഡീകരിച്ച് ഈ ഓങ്കാര രൂപനാം ഗണപതി മംഗളമൂർത്തിയിൽ സന്നിവേശിപ്പിക്കാൻ ഗ്രന്ഥകാരന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് സ്തുത്യർഹമായ ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത് ഇവിടെ പറഞ്ഞ വാക്തീശ്വര്യേ നമഃ, വാക്കാണ് ഏറ്റവും വലിയ ഈശ്വരൻ എന്ന് പറയുന്നത്. നാം ഓരോ വാക്കും പ്രയോഗിക്കുമ്പോൾ വളരെ സൂക്ഷ്മമായും വളരെ ശ്രദ്ധിച്ചുമേ പ്രയോഗിക്കാവൂ. കാരണം പറയുന്ന വാക്കും എറിയുന്ന കല്ലും പിൻവലിക്കാൻ ഒക്കില്ല എന്നാണ് പറയുന്നത്. ഒരു വാക്ക്, നമ്മളെ വാക്ക് കൊടുത്താൽ വാക്കായിരിക്കണം. ഇവിടെ ഞാൻ ഗ്രന്ഥകാരൻ ആദ്യമേ പുസ്തകം കൊണ്ട് തന്നപ്പോൾ ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു, മാക്സിമം സഹകരിച്ച് നിൽക്കും ഞാൻ ഉള്ളിടത്തോളം കാലം. അത് മിക്കവാറും എല്ലാം സബലീകരിക്കാൻ കഴിഞ്ഞത് എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ശ്ലോകങ്ങളിങ്ങനെ ആവർത്തിച്ചിട്ടുണ്ട് സമർത്ഥിക്കാനായിട്ട്. ഐതരേയത്തിലെ ഓം വാങ്മേ മനസ്സി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിത ആവിരാമിർമ്മ ഏധി വേദസ്യമ ആണീസ്ത, ഇങ്ങനെ തുടങ്ങിയ വേദസൂക്തങ്ങൾ ഒരുപാട് ഈ വാക്കിൻ്റെ പ്രസക്തിയെക്കുറിച്ച്, വാക്ക് പ്രയോഗിക്കുന്ന രീതിയെക്കുറിച്ചും. പക്ഷേ അതിനകത്ത് ഒരു ഭാഗം കൂടെ ചേർക്കാമായിരുന്നു എന്നെനിക്ക് ഇപ്പോൾ തോന്നുന്നു. ഈ വാക്കിനൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭാവം. ഒരു വാക്ക് തന്നെ രണ്ട് പ്രത്യേക സാഹചര്യങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഭാവം മാറിയാൽ അതിൻ്റെ കോണ്ടക്സ്റ്റ് മാറി. എടാ എന്ന് സ്നേഹത്തോട് വിളിക്കും, എടാ, ഭാവം മാറി. അപ്പോൾ ആ ഭാവം കൂടെ ഈ വാക്കിനോട് കൂടി ചേരുന്ന പക്ഷമാണ് അത് കൂടുതൽ കോണ്ടക്സ്റ്റലാവുക. പിന്നെ മൂന്നാമത്തെ ലേഖനം എന്ന് പറയുന്ന തമസോമ ജ്യോതിർഗമയ. ഇതിനകത്ത് ലേഖകൻ സമർത്ഥിച്ചു കൊണ്ടുവരുന്ന വിദ്യയെക്കുറിച്ചാണ്. വിദ്യയും ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ചുമാണ് ലേഖകൻ സമർപ്പിക്കുന്നത്. പഴയ ഗുരുശിഷ്യ ബന്ധമൊക്കെ പോയി ഇന്നിപ്പോൾ അധ്യാപകരും ശിഷ്യരുമായി, അധ്യാപകരും സ്റ്റുഡൻസും ടീച്ചേഴ്സുമായി. സ്റ്റുഡൻസും ടീച്ചേഴ്സും അല്ല ഗുരുവും ശിഷ്യരും. ഗുരു എന്നുള്ള വാക്കിന് അധ്യാപകനെക്കാട്ടിയും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ഗുരു. കാരണം ഗുരു ശിഷ്യൻ്റെ കയ്യിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ശിഷ്യന് അറിവ് മാത്രമേ പ്രദാനം ചെയ്യുന്നുള്ളൂ. ശിഷ്യനും അതുപോലെ തന്നെയാണ്. ഗുരുവിനെ ഗുരുവായി കാണുന്നു, ഗുരുസ്ഥാനീയരായി കാണുന്ന ശിഷ്യ. ഇന്നത്തെ പരിസ്ഥിതിയിൽ, ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരു ഗുരുവോ ഒരു ശിഷ്യനോ ഇല്ല, എല്ലാം ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. അതിപ്പം മാറി കുറേ കൂടെ പരിഷ്കൃതമായി അത് ക്ലയൻസിൻ്റെ മട്ടിലായിട്ടുണ്ട്. ഇന്നാളൊരു സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇപ്പോൾ എത്ര സ്റ്റുഡൻ്റ് ഉണ്ട്? ഞങ്ങൾക്ക് ധാരാളം ക്ലയൻസ് ഉണ്ട്, അദ്ദേഹം പറയുവാണ്. അപ്പോൾ ആ ലെവലിലേക്ക് ആ ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ ഒരു താഴ്ചയാണ് കാണിക്കുന്നത്, ആ വിധമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പാടില്ല. ഗുരുശിഷ്യ ബന്ധം എന്നും ആടി ഉലയാത്ത മട്ടിലാവണം എന്നുള്ളതാണ് ഗ്രന്ഥകാരൻ്റെ ഇതിനകത്തെ നിഷ്പത്തി. ധാരാളം 10-40 വർഷമായിട്ട് ഗണിതം പഠിപ്പിച്ചുള്ള ആ ശീലനം അദ്ദേഹത്തെ ഇന്നും ഗുരുസ്ഥാനീയനായിട്ട് നിർത്തുകയാണ്. ശിഷ്യരിൽ നിന്ന് ക്രമാനുഗതമായി അദ്ദേഹം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് വളരെ അടുത്തറിയാവുന്നതുകൊണ്ട് അറിയാം. തീരെ പാവങ്ങളായ കുട്ടികൾക്ക് വരെ ഒരു ഫീസ് മേടിക്കാതെ പഠിപ്പിക്കുന്ന ആളാണ് ശ്രീകുമാർജി, എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അങ്ങനെ ശിഷ്യർക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു ഗുരുവാണ് ഇതിൻ്റെ ഗ്രന്ഥകർത്താവ്. ഈ ഗുരുശിഷ്യ ബന്ധത്തിൽ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ശ്ലോകം കൂടെയുണ്ട്. സഹനാവവതു സഹനൗ ഭുനക്തു
സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഇതാണ് എല്ലാം നമ്മെ ഒന്നിച്ചിരിക്കട്ടെ. സഹനവും പുനക്തു നാം ഒരുമിച്ച് പുജിക്കട്ടെ. സഹവീര്യം കരവാവഹയും നാം ഒന്നിച്ച് വീരത്തോടെ പ്രവർത്തിക്കുമാറാകട്ടെ. നൗ അധീതം തേജസ്വി അസ്തു നാം പഠിച്ചത് തിളങ്ങട്ടെ. മാ വിദ്വിഷാവഹൈ നമ്മൾ വെറുക്കപ്പെടാതിരിക്കട്ടെ. ഗുരുവും ശിഷ്യനും തമ്മിൽ ഒരിക്കലും വെറുക്കപ്പെടാതിരിക്കണം. അങ്ങനെയുള്ള ബന്ധമേ ഗുരു ശിഷ്യരാകും. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിൽ എന്തുമാത്രം അകൽച്ചയാണുള്ളത്. ഞാൻ ഡൽഹിയിൽ ഒരു സ്കൂളിൽ കുറച്ചു കാലം പഠിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഏതാണ്ട് ഒരു 2 കൊല്ലം. അപ്പോൾ അവിടെ UP സംസ്ഥാനത്താണ്. അവിടെ ഈ ധാരാളം, എനിക്ക് തോന്നുന്നു ധാരാളം ഡൊണേഷനൊക്കെ മേടിച്ച് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്ന സ്കൂളാണെന്ന്. എനിക്ക് സങ്കടം തോന്നിപ്പോയി. അവിടെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ശിക്ഷ എന്തെന്ന് വെച്ചാൽ നട്ടുച്ചയ്ക്ക് വെയിലത്ത് ഓടാൻ അവരെ പ്രേരിപ്പിക്കുക, കുട്ടികളുടെ തലമുടി പിടിച്ച് വലിക്കുക, കുട്ടികളുടെ കൈയുടെ വിരലുകൾക്കുള്ളിൽ മുട്ടുസൂചി കുത്തി കയറ്റുക. ഇത് അധ്യാപകർ മാത്രമല്ല, ടീച്ചേഴ്സും ചെയ്യുന്നുണ്ട്. ഇവിടെ ചെകിടിന് അടിക്കുക, കുട്ടികളെ തലയ്ക്ക് അടിക്കുക. എന്നിട്ട് ഇതൊക്കെ ഞാൻ ആരടുത്തോ ചോദിച്ചു. നമ്മുടെ കേരളത്തിലൊന്നും ഇങ്ങനെ ഒരു സമ്പ്രദായമില്ല. അവർക്ക് ദേഷ്യം തോന്നും, അവർക്ക് കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും മനസ്താപം വരുമ്പോൾ അവർ വടി കൊണ്ടൊരു ചെറിയ അടി കൊടുക്കും. എന്നിട്ട് കുട്ടികളെ സന്മാർഗ വഴിയിലേക്ക് നയിക്കുന്ന ഒരു പദ്ധതിയാണ് കേരളത്തിലുള്ളതെന്ന് പറഞ്ഞതിന് ഞാൻ അവരുടെ വിരോധിയായി. നോക്കണേന്ന് ഞാൻ അവരുടെ കണ്ണിലെ കരടായി. കുട്ടികളെ നട്ടുച്ച സമയത്ത് ആ ഗ്രൗണ്ടിലിട്ട് കുട്ടികളെ ഓടിക്കുവാണെന്ന്, കുട്ടികളുടെ തലമുടി പിടിച്ച് വലിക്കുവാണെന്ന്, കുട്ടികളുടെ ചെകിടിന് അടിക്കുവാണെന്ന്. അപ്പോൾ അങ്ങനെ ഉള്ള ശിക്ഷാ സമ്പ്രദായങ്ങൾ ഇന്നും ഉത്തരഭാരതത്തിലുണ്ട്. ഇവിടെ പറയുന്ന അങ്ങനെയല്ല. മാ വിദ്വിഷാവഹൈ നമ്മൾ ആവാതിരിക്കട്ടെ എന്നാണ്. അപ്പം ഇങ്ങനെയുള്ള ഗുരുനാഥന്മാരാണെങ്കിൽ ശിഷ്യർ എത്രമാത്രം അവരെ വെറുക്കും എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല. ഗുരുശിഷ്യ ബന്ധം ആകെ തകരാറിലായിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ലേഖനം സ്മരണീയം ചരണയുഗം. ഇതിനകത്ത് പ്രധാനമായും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ശ്ലോകം ശങ്കരാചാര്യ ആസ്താം താവതീയം, മാതൃപഞ്ചകത്തിൽ ആദ്യത്തെ ശ്ലോകം. ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ നൈരുച്യം തണിശോഷണം മലമയി ശയ്യാജ സംവത്സരി ഏകസ്യാപന ഗർഭഭാരണ ക്ലേശസ്യേസ്യാക്ഷമോ ധാതും നിഷ്കൃതി ഉന്നതോപി തനയ തസ്യേ ജനന്യേകമ. ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയം മുതൽ അമ്മ അനുഭവിക്കുന്ന ആ ദുഃഖം, വ്യഥയാണ്. അമ്മേ, അവിടുന്ന് എനിക്ക് വേണ്ടി അനുഭവിച്ച ക്ലേശങ്ങൾക്ക് അളവുണ്ടോ? ആചാര്യസ്വാമികൾ ചോദിക്കുകയാണ്. ജീവൻ മരണ പോരാട്ടമെന്ന് വിശേഷിപ്പിക്കാവുന്ന ദുർവാരമായ പേറ്റുനോവിൻ്റെ കഥയിരിക്കട്ടെ. അതെല്ലാം ആർക്കും പ്രതിക്രിയ ചെയ്യാൻ കഴിയാത്ത പീഡാനുഭവങ്ങളാണ്. ഗർഭം ധരിച്ചിരിക്കുമ്പോൾ ഉണ്ടായ രുചിക്കുറവ്, തന്മൂലമുണ്ടായ ശരീരക്ഷീണം, അമ്മ അനുഭവിച്ചതിന് പ്രതിവിധി ചെയ്യാൻ ഒരു മകന് എങ്ങനെയാണ് കഴിയുക? അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു വന്ന് എനിക്ക് വേണ്ടി അമ്മ അനുഭവിച്ച ക്ലേശാനുഭവങ്ങളിൽ ഒന്നിനു പോലും പ്രതിവിധി ചെയ്യാൻ എന്നെക്കൊണ്ടാവില്ല. അതുകൊണ്ട് അവിടുത്തെ തൃച്ചേവടികളിൽ ഈ പുത്രൻ ഇതാ സാഷ്ടാംഗ പ്രണാമം ചെയ്തു കൊള്ളുന്നു. അത്രയ്ക്കാണ് അമ്മയുടെ വില. അപ്പോൾ അമ്മയെ നമ്മളെ എത്രമാത്രം കൺകണ്ട ദൈവം പോലെ കാണണം എന്നാണ് പിന്നെ ഗ്രന്ഥകർത്താവല്ല, ഇതെനിക്കും തോന്നിയിട്ടുണ്ട്. ഞാനിത് പണ്ട് പഠിച്ചിട്ടുള്ള ഒരു ശ്ലോകമാണ്. ആ അമ്മ എന്നുള്ള ആ കൺസെപ്റ്റിനെ മുൻനിർത്തിയാണ് ഇന്നിപ്പോൾ പലതും നമ്മൾ മഹനീയമായ പലതും അമ്മ എന്ന് സംസാരിക്കും. എനിക്ക് പ്രായപൂർത്തിയായ പല സ്ത്രീകളെയും പേരറിഞ്ഞുകൂടെങ്കിലും ഞാൻ അവരെ അമ്മ എന്ന് സംബോധന ചെയ്യാറുണ്ട്. കാരണം അമ്മയ്ക്ക് കൊടുക്കുന്ന അതേ ബഹുമാനമാണ്. ജഗദംബ അല്ലേ, കേരളാംബ, ഭാരതാംബ എന്നൊക്കെ പറയുമ്പോൾ ആ അമ്മയുടെ കൺസെപ്റ്റാണ് അവിടെ വരുന്നത്. മഹനീയ കാര്യങ്ങൾ മാതൃഭാവത്തിൽ നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. അത് 5. വ്യാസനിൽ നിന്ന് വ്യാസനിലേക്ക്, വ്യാസൻ വേദങ്ങളെ വിഭജിച്ചതും അതൊക്കെ ഇതിനകത്ത് വായിക്കണം. ഇതൊക്കെ പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സമയക്കുറവാണ്. അതിൽ നിന്ന് പിൽക്കാലത്ത് കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ
ഉള്ള കാര്യങ്ങളാണ് വ്യാസനിൽ നിന്ന് വ്യാസനിലേക്ക് എന്ന് പറയുന്നത്. മഹാഭാരത കഥ ആദ്യം ജയസംഹിത എന്ന പേരിലാണ് ഇറങ്ങിയത്. അന്ന് ഈ മഹാഭാരതത്തിന് ഇത്രയും വലിപ്പമില്ലായിരുന്നു. പിന്നെ അത് ഭാരതമായി, പിന്നെ അത് മഹാഭാരതമായി. ഇത്രയും ശ്ലോകങ്ങളുള്ള ഈ കാവ്യം നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു മഹാകാവ്യമാണ് ഈ മഹാഭാരതം എന്നുള്ളത്. പിന്നെ അടുത്ത് പറയുന്ന ഇതിഹാസ കഥാപാത്രങ്ങൾ നൽകുന്ന ജീവിത സന്ദേശം. ഇത് ഇലിയഡിലെ അക്കിലസിൻ്റെ സന്ദേശം, അക്കിലസ് ഹീൽ എന്നും പറഞ്ഞൊരു പ്രയോഗം തന്നെയുണ്ട്. അത് ഈ അക്കിലസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതൊക്കെ ഇതിനകത്തെ പരാമർശമുണ്ട്. സമയക്കുറവ് മൂലം ഞാൻ കൂടുതൽ പറയുന്നില്ല. മഹാഭാരതത്തിലെ യുധിഷ്ഠിരൻ്റെ കഥ, പിന്നെ യക്ഷപ്രശ്നം അത് വരുന്നുണ്ട് അല്ലേ. ഭൂമിയേക്കാൾ ഭാരമുള്ളത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ മാതാവാണ് ഭൂമിയെക്കാളും ഭാരമുള്ളതെന്നാണ് മറുപടി കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ക്ലിഷ്ടങ്ങളായ പല ചോദ്യങ്ങൾക്കും യുധിഷ്ഠിരൻ യക്ഷൻ്റെ മുന്നിൽ മറുപടി കൊടുക്കുന്നു. അതിൽ സംപ്രീതനായി യക്ഷൻ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെയെല്ലാം മോചിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അതേപോലെ എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണത്തിൽ പുനരാഖ്യാനത്തിൽ ജീവിതതത്വം വിവരിച്ചിട്ടുണ്ട്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാഞ്ചലം എന്നാണ്. ഈ കാണുന്ന ഭൗതിക സുഖത്തിലെ ഭോഗങ്ങളെല്ലാം നിലനിൽക്കുന്നതല്ല. അതിന് പിന്നാലെ പോകുന്നവരെ മുഴുവൻ മൂഢന്മാരാണെന്നാണ് പറയുന്നത്. വെറും മൂഢന്മാരാണ്. നമ്മൾ ഈ പണത്തിനും പ്രശസ്തിക്കും പിന്നാലെ പോകുന്ന മൂഢത്വമാണ്. അതൊക്കെ നിമിഷങ്ങൾ കൊണ്ട് മാഞ്ഞു പോകുന്നതാണ്. മായ മൂലമാണ് നമ്മൾ പോകുന്നത്. മനസ്സിലായില്ലേ? ചക്ഷുശ്രവണ വിളസ്തമാൻ ദുർദിനം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ എന്നാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. അപ്പോൾ അതെല്ലാം വളരെ നൈമിഷികങ്ങളാണ്. ദയവേത് ഈ മൂഢത്വത്തിന് പിന്നിൽ പോകരുതേ എന്നുള്ള അഭ്യർത്ഥനയാണ് രാമായണത്തിൽ പറയുന്നത്. പിന്നെ പ്രപഞ്ചത്തെക്കുറിച്ചുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല, ധാരാളമുണ്ട്. ആത്മീയ ഭൗതിക വാദങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നു. പിന്നെ മനസ്സിൻ്റെ ഇന്ദ്രജാലം എന്നുള്ള ലേഖനത്തിൽ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതും വേദങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. വാങ്മയേ മനസ്സി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിത ആവിരാവിർമ്മ ഏധി വേദസ്യമ ആണീസ്ത ശ്രുതമ്മേയമ പ്രകാശി തുടങ്ങിയ അനേകം ശ്ലോകങ്ങൾ, വേദവാക്യങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മനസ്സിനകത്തായിരിക്കണം ദൈവത്തിൻ്റെ സ്ഥാനം എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സ്ഥാനം തേടി നമ്മൾ നാടോടി നടക്കേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഗുരു ആരാണ്? നമ്മുടെ ശ്വാസമാണ് നമ്മുടെ ഗുരു. നിങ്ങൾ ഒരു ഗുരുവിനെയും തേടിപ്പോകേണ്ട, നിങ്ങളുടെ ശ്വാസമാണ് നിങ്ങളുടെ ഗുരു. കാരണം 33 കോടി ദേവതകളുടെയും ആസ്ഥാനമാണ് നമ്മുടെ ശ്വാസം എന്ന് പറയുന്നത്. ശരിക്കും ആ ശ്വാസത്തെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാ ദേവീദേവന്മാർക്കുള്ള ഉപാസനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മുടെ ദൈവം നമ്മുടെ മനസ്സിനകത്താണുള്ളത്. അവിടെ എവിടെയെങ്കിലും തേടി ഓടിപ്പോകേണ്ട ഒരു സന്ദേശവും ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് പാട്ടിൻ്റെ പാലാഴി തീർത്ത ഭാസ്കരൻ മാസ്റ്റർ, ഈ ഭാസ്കരൻ മാസ്റ്റർ ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു കവിയാണ് കേട്ടോ, ഗാനരചയിതാവാണ്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ മൂളാത്ത ഒരു കേരളീയനും ഉണ്ടാവില്ല. ഗാനങ്ങളെ തന്നെ എത്ര പ്രവാസിക്ക് വേണ്ടിയിട്ട് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, ദേശീയ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ചിന്ത എന്തിരുന്നാലും അദ്ദേഹം ഭക്തിഗാനങ്ങൾ, കേശാദിപാദം തൊഴുന്നേൻ തുടങ്ങിയ മനോഹരങ്ങളായ ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഭാസ്കരൻ മാസ്റ്ററെക്കുറിച്ച് മനോഹരമായ ഒരു ലേഖനം അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെക്കുറിച്ച്. പിന്നെ ബാല്യം, കൗമാരം, യൗവനം തുടങ്ങിയ ജീവിതത്തിലെ പല ഘട്ടങ്ങളെയും കടന്നു വന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗം മുഴുവൻ ഗണിതത്തിലാണ്. അദ്ദേഹം ഗണിത അധ്യാപകനാണ്. അതുകൊണ്ട് ഗണിത ഭാഗം കൂടുതൽ പ്രസക്തി നൽകി പ്രസിദ്ധീകരിക്കുന്നു. പതിരല്ല പഴം കണക്കുകൾ, പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറേ കണക്കുകളാണ്. അതിനകത്തുനിന്ന് വന്ന പ്രയോഗങ്ങളും, ലവലേശം എന്നുള്ള പ്രയോഗം അല്പം പോലും നമ്മൾ ലവലേശം പോലുമില്ല. ഞാൻ പറഞ്ഞിട്ട് അവൻ ലവലേശം കേട്ടിട്ടില്ല, അല്പം പോലും. ഈ ലവം എന്നുള്ള വാക്ക് എവിടെ നിന്ന് വന്നു? പഴയൊരു അളവാണ് ലവം. ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, എന്താണ് കാണം വിറ്റും ഓണം ഉണ്ണണം. എന്താണ് ഈ കാണം? ഞാൻ പല അധ്യാപകരോടും ചോദിച്ചിട്ടുണ്ട് എന്താണ് കാണം എന്നുള്ളത്. അവർക്കൊന്നും പറഞ്ഞു തരാൻ പറ്റിയിട്ടില്ല. ഈ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് പഴയൊരു കണക്കാണ് കാണം എന്നുള്ളത്. ഇതേപോലെ നമ്മൾ കേട്ടാൽ അറിഞ്ഞൂടാത്ത പല പ്രയോഗങ്ങളും. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നു എന്നാൽ പൂരായണ. ആരാണ് ഈ പൂരായണ? ചിലത് പറയുമ്പോൾ ചിലർ പറയും ആ സംഗതിയൊക്കെ അവസാനം കൊണ്ട് സംഗതി കുഞ്ഞമ്പിള്ളയായി. എന്താ കുഞ്ഞമ്പിള്ള? അപ്പം അതിൻ്റെ പിന്നിലൊക്കെ എന്തെങ്കിലും ഒരു കഥകൾ കാണും. ആ കഥകൾ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള കണക്കുകളുടെ കണക്കധികാരം എന്നുള്ള ഗ്രന്ഥത്തെ പറ്റിയൊക്കെ പറയുന്നു. ഈ
ശശിഭൂഷൺ സാർ നേരത്തെ പറഞ്ഞ മാധവൻ എന്നുള്ള വലിയൊരു ഗണിതാചാര്യൻ ആ ഇരിങ്ങാലക്കുട ഭാഗത്തുണ്ടായ സംഗ്രാമ ഗ്രാമധീരൻ എന്നൊക്കെ പറഞ്ഞ പേരുകൾ അറിയപ്പെടുന്ന, അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് സമഗ്രമായ ഒരു ലേഖനം ഇപ്പോൾ എഴുതുന്നു. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കടവയാദിയാണ്. കടവയാതി ഈ പറയുമാതിരി ശശിഭൂഷൺ സാറുമാരി ഈ ഫോൺ നമ്പറുകളെ, അതായത് പണ്ട് ഈ 6 നമ്പറുള്ള ഫോൺ നമ്പറുകളാണ് ഉണ്ടായിരുന്നത്. ആ കടവയാതി നമ്പറുകളിൽ വെച്ച് ഞാൻ കുറേ ഈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഈ മൊബൈലൊന്നും ഇല്ലാത്ത കാലമാണ്. നമ്പർ കുറിച്ചിട്ട് ഏതാണ്ട് ഒരു 10-50 പേരുടെ ഇത് ഞാൻ ഇതിലാക്കിയിട്ടുണ്ടായിരുന്നു, ഈ വാക്യങ്ങളിലാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ രസാവകമായൊരു സംഭവം, കുറച്ചു കാലം ഏതാണ്ട് ഒരു വർഷം ഞാൻ ഈ സംഗീത കോളേജിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ശാസ്ത്രീയ സംഗീതം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഞാൻ ശാസ്ത്രീയ സംഗീത ആസ്വാദനത്തിൻ്റെ ഒരു കോഴ്സിന് ഈ സംഗീത കോളേജിൽ പഠിച്ചിരുന്നു. അപ്പം നമുക്ക് അവിടെ ഒരു ശിവാനന്ദൻ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. അപ്പോൾ സാറിനൊരു ആഗ്രഹം, അപ്പോൾ ഈ സംഗീതത്തിൽ ഈ കടവയാതി വരുന്നുണ്ട്. അപ്പോൾ ഈ കടവയാതി അന്ന് സംഗീതത്തിൽ നമ്മളെ പഠിപ്പിച്ചത് ശ്രീകുമാർ സാറാണ്, ആലപ്പുഴ ശ്രീകുമാർ, ഓമനക്കുട്ടി ടീച്ചറിൻ്റെ മരുമകൻ. അപ്പോൾ നമ്മുടെ ശിവാനന്ദൻ സാറിനൊരു ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കടവയാതിയിലാക്കണം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ആക്കിത്തരാം. അടുത്ത ദിവസം ഫോൺ നമ്പർ കടവയാതിയിലാക്കി. അത് ഇതായിരുന്നു, മാലതി ചാവില്ല. മാലതി ചാവില്ല. സാർ പറഞ്ഞു മാലതി ചാവില്ല. സാർ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ എൻ്റെ സഹോദരിയുടെ പേര് മാലതി എന്നാണെന്ന്. സ്വന്തം സഹോദരിയുടെ പേര് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല കേട്ടോ. അപ്പം അങ്ങനെ ചില ഈ കടവയാതിയൊക്കെ, അതായത് സ്വരാക്ഷരങ്ങൾക്ക് പൂജ്യമാണ്, വ്യഞ്ജനാക്ഷരങ്ങളെയാണ് ഈ കടവയാതിയിലാക്കിയിരിക്കുന്നത്. നാരായണീയത്തിലെ അവസാനത്തെ ശ്ലോകം ഈ കടവയാതി പ്രയോഗത്തിൽ അന്ന് അതിൻ്റെ കാലഘട്ടം അറിയാമെന്നാണ് പറയുന്നത്. കടവയാതി വെച്ച് ഒരുപാട് വിനോദങ്ങൾ പിന്നെ നടത്തിയതിനെ പറ്റിയൊക്കെ ഇതിനകത്ത് പരാമർശമുണ്ട്. അത് നിങ്ങൾ ദയവ് ചെയ്ത് വായിച്ചോളൂ, സമയമില്ല. പിന്നെ ഭാരതീയ ഗണിത സരണിയിലെ സൗരഭ്യം, ഇതൊക്കെ വളരെ ഈടുറ്റ ലേഖനങ്ങളാണ്. ഇതൊക്കെ വെറുതെ പറഞ്ഞു പോകാനുള്ളതല്ല. എനിക്ക് വളരെ വിഷമമുണ്ട് ഈ പുസ്തകം വെച്ചുകൊണ്ട് ഇങ്ങനെ ഈ കാച്ചി കുറുക്കിയ മട്ടിൽ ഇതിനെ ഗുളികച്ചപ്പിലാക്കി പറയുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. അതിനകത്ത് പ്രധാനമായ ഒരു വേദവാക്യം, പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. അത് തന്നെ ഒന്നാം തരം ഒരു ഗണിതശാസ്ത്രമാണ്. ഗണിതശാസ്ത്രത്തിൻ്റെ ബേസിക്സ് ഈ ഉപനിഷത്തിൽ കിടപ്പുണ്ട്, ഈ ശാന്തി പാഠത്തിൽ കിടപ്പുണ്ട്. ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല, സമയമില്ല. പിന്നെ ഇതിനകത്ത് ചതുരംഗത്തെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട്, മാന്ത്രിക ചതുരത്തെപ്പറ്റി പരാമർശങ്ങളുണ്ട്. മാന്ത്രിക ചതുരം എങ്ങനെ ഉത്ഭവിച്ചു, ചൈനയിൽ നിന്നാണെന്ന് പറയുന്നു. ആമയുടെ കാര്യങ്ങളുമെല്ലാം അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. പയ്യുടെ പൈതൃകത്തിലേക്ക് എന്തുകൊണ്ടും ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടു പോയി ഈ പുസ്തകം പലതവണ ഞാൻ വരുന്നതിന് മുമ്പ്, സാധാരണ പുസ്തകങ്ങൾ നല്ലപോലെ വായിച്ചിട്ടേ പുസ്തകപരിചയം നടത്താനാവുന്നു. പുസ്തകപരിചയം നടത്തുന്നതിന് മുമ്പ് പല ആവർത്തി ഇങ്ങനെ വീട്ടിലിരുന്ന് വായിച്ചപ്പോൾ പലരും എന്നോട് ചോദിക്കുകയുണ്ടായി, എന്താണ് ഈ പുസ്തകം കാണാതെ പഠിക്കുകയാണോ? ഞാൻ പറഞ്ഞ ഒരർത്ഥത്തിൽ ഒരു കാണാതെ പഠിക്കുക തന്നെയാണ്. കാരണം അത്രയും ഇഷ്ടപ്പെട്ട ഒരു ഗ്രന്ഥം. ഇത് വാങ്ങിക്കുന്ന ഒരു മനുഷ്യർക്കും ഈ പുസ്തകം നിരാശപ്പെടുത്തുകയില്ല എന്ന് ഞാൻ ഉറപ്പ് തന്നുകൊണ്ട് ഇതിൻ്റെ ഗ്രന്ഥകർത്താവിന് വീണ്ടും വീണ്ടും എഴുതുവാൻ കഴിയുമാറാകട്ടെ. ഞങ്ങളൊക്കെ കൊടുക്കുന്ന പ്രോത്സാഹനമാണ്. വീണ്ടും വീണ്ടും അദ്ദേഹം ഉത്കൃഷ്ട രചനകൾ നടത്തട്ടെ. ഈ പുസ്തകത്തിന് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആസ്വാദകരുണ്ടാകട്ടെ, കൂടുതൽ വിലയിരുത്തലുകൾ വരട്ടെ, അദ്ദേഹത്തിന് കൂടുതൽ നന്മകളും ശ്രേയസ്സും ഉണ്ടാകട്ടെ. ഇവിടെ ഇരിക്കുന്ന വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എന്നെ ക്ഷമിച്ചു കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ, മനസ്സിലായില്ലേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നല്ലത് വരട്ടെ. ചടങ്ങിന് നന്ദി പറയുന്നതിനായി ശ്രീമതി സിന്ധു സുരേഷ്. സദ്ഭാവന ട്രസ്റ്റിൻ്റെ മറ്റൊരു പുസ്തകം കൂടി ഇന്നിവിടെ പ്രകാശിതമായിരിക്കുകയാണ്. ഇതിൻ്റെ അധ്യക്ഷനായി BSSൻ്റെ ദേശീയ ചെയർമാനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാനുമായ ശ്രീ BS ബാലചന്ദ്രൻ സാറാണ് ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന. സാറിന് സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള ആദ്യമായ നന്ദി അറിയിക്കുന്നു. ഇനി സ്വാഗതം പറഞ്ഞത് സദ്ഭാവന ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാർ മാഡമാണ്. മാഡത്തിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ ആദ്യമായ നന്ദി അറിയിക്കുന്നു.
പുസ്തക പ്രകാശനം ചെയ്തത് നമുക്ക് ഏവർക്കും പരിചയനായ ബഹുമാനീയനായ ഡോക്ടർ MG ശശിഭൂഷൺ സാറാണ്. സാറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള ആദ്യമായി നന്ദി അറിയിക്കുന്നു. പുസ്തകം സ്വീകരിച്ചത് ഡോക്ടർ R. ശിവകുമാർ സാറാണ്. ഭാഷാ വിദഗ്ധനും കേരള സർക്കാർ ഭാഷാ വിദഗ്ധനായ അദ്ദേഹത്തിന് സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള ആദ്യവുമായി നന്ദി അറിയിക്കുന്നു. മുഖ്യപ്രഭാഷണം നടത്തിയത് സദ്ഭാവന ട്രസ്റ്റിൻ്റെ തന്നെ ചീഫ് എഡിറ്ററും വൈജ്ഞാനിക സാഹിത്യ പ്രതിഭയുമായ ഡോക്ടർ M. തമ്പാൻ സാറാണ്. സാറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള ആദ്യവുമായി നന്ദി അറിയിക്കുന്നു. പുസ്തക പരിചയം നടത്തിയത് ശ്രീ വേണു സരസ്വതി, അദ്ദേഹത്തിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള ആദ്യവുമായി നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരൻ ശ്രീകുമാർ സാറാണ് ഇന്നത്തെ പ്രധാന വ്യക്തിത്വം. ഈ സദസ്സിൻ്റെ സാറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ആശംസ പറഞ്ഞ് മാഡം എത്തിയിട്ടില്ല. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങൾക്കും സദ്ഭാവനയുടെ പ്രവർത്തകർക്കും എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദേശീയ ഗാനം. जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा। विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मांगे। गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे।